ഇന്ന് ഞങ്ങളുടെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ രാജി എല്ലാ അംഗങ്ങളും അംഗീകരിച്ചുകൊണ്ട് ആ രാജി സ്വീകരിച്ചിരിക്കുകയാണ് ചേംബർ. പിന്നെ ഐക്യകണ്ഠേന ഇതിലൊരു പ്രധാന ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ഈ സമയത്ത് ചെയ്ത ഒരു കീഴ്വഴക്കം ശരിയായില്ല എന്നുള്ളതാണ് പ്രസിഡന്റ് എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. അതായത് ഇവിടെ ഇലക്ഷൻ വരുന്നു, ജനറൽ ബോഡി വരുന്നു, ഓഗസ്റ്റ് 27 ജനറൽ ബോഡിയും അതിനോടനുബന്ധിച്ച് ചേംബറിലേക്കുള്ള ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അത് നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇലക്ഷൻ ഡേറ്റ് തീരുമാനിക്കുന്നതും അതിനു വേണ്ടിയുള്ള റിട്ടേണിംഗ് ഓഫീസർ നിശ്ചയിക്കുന്നതും അതുപ്രകാരമുള്ള കത്തുകൾ അയക്കേണ്ടതും മെമ്പേഴ്സിന് കത്തുകൾ അയച്ചിട്ട് മീറ്റിംഗ് വിളിക്കുകയും ഇലക്ഷൻ മറ്റുള്ള അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ ആ സ്ഥാനത്തിരുന്ന് ചെയ്തുകൊണ്ട് ആ ഇലക്ഷൻ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇത്രയും കാലം ഭംഗിയായിട്ട് പോയിരുന്ന ഇത് 1956 സ്ഥാപിതമായ കേരള ഫിലിം ചേംബർ ഇത്രയും കാലം ഭംഗിയായിട്ട് പോയി ഇങ്ങനെ ഒരു സംഭവം ഇന്നേ വരെ എൻ്റെ ഈ 43 കൊല്ലത്തെ അനുഭവത്തിലുണ്ടായിട്ടില്ല, അതിനു മുന്നും ഉണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നാണ്. ഇദ്ദേഹം കഴിഞ്ഞ ഈ പറഞ്ഞ ഞങ്ങൾക്ക് ലീഗൽ ഒപ്പീനിയൻ കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ മെമ്പറാണെന്ന് പറഞ്ഞ് ചേംബറിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി എടുത്ത ആ ആപ്ലിക്കേഷനിൽ വന്ന ചില വ്യത്യാസങ്ങളും ചില തെറ്റുകളും അതുമാതിരി തന്നെ അതിൽ കണ്ട എന്താ പറയുക കുറ്റങ്ങളും ലീഗൽ ഒപ്പീനിയനിൽ നിന്ന് കിട്ടിയ ഞങ്ങൾക്ക് ആ ലീഗൽ ഒപ്പീനിയൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഞങ്ങൾ ഈ വിവരങ്ങളെല്ലാം അത് ലീഗൽ ഒപ്പീനിയൻ വായിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ ആ കമ്മിറ്റി മെമ്പർമാരെല്ലാവരും പറഞ്ഞു അദ്ദേഹത്തിനെയും കൂടി കേട്ട് അത് ഈ ബൈലോ പ്രകാരം അദ്ദേഹത്തിനും കൂടി കേൾക്കണം. അപ്പോൾ അത് പ്രകാരം അദ്ദേഹത്തിനെയും വിളിച്ച് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടു. അദ്ദേഹം കയറി വന്നപ്പോൾ തന്നെ ഒരു രാജിക്കത്തും കൊണ്ട് ഇവിടെ എൻ്റെ അടുത്ത് വന്ന് തന്നെ അത് ഞാനിവിടെ വെച്ചു. പക്ഷെ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. അതെനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആണെന്നും അതുകൊണ്ട് ഞാൻ ഈ ഇലക്ഷനിൽ ചേംബറിൻ്റെ ഇലക്ഷനിലേക്ക് മത്സരിക്കാനൊന്നുമില്ല എന്നും ആ മെമ്പർഷിപ്പ് ഞാൻ പിന്നീട് കമ്മിറ്റി പറഞ്ഞു നിങ്ങളത് പിന്നീട് നിങ്ങളുടെ കറക്ഷനൊക്കെ കൂടിയിട്ട് പുതിയ അപ്ലിക്കേഷനായിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം, അതിനുള്ള അവസരം കൂടി കമ്മിറ്റി കൊടുത്തു. അത് ഞാൻ അങ്ങനെ ചെയ്തോളാമെന്നും എനിക്ക് അതുകൊണ്ട് തന്ന മെമ്പർഷിപ്പിൽ എനിക്ക് താല്പര്യമില്ല എന്നുള്ള നിലയ്ക്കും ഇലക്ഷനുമായിട്ട് എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ കമ്മിറ്റി എല്ലാവരും ഐക്യകണ്ഠേന പറഞ്ഞു അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിക്കരുത്. അപ്പോൾ അതുകൊണ്ടത് രാജി നമുക്ക് ഇവിടെ സ്വീകരിക്കേണ്ട, നിങ്ങൾ ജനറൽ സെക്രട്ടേറിയറ്റ് കണ്ടിന്യൂ ചെയ്യണം. ഇലക്ഷൻ ഇനി 15 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇലക്ഷനായിട്ട് മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് ചേംബറിന് ഇങ്ങനെ ഇത്രയും നല്ലൊരു എന്താ പറയുക ഒരു അപ്പെക്സ് ബോഡിക്ക് ഇത്രയും നല്ലൊരു പേരുള്ള ഒരു അപ്പെക്സ് ബോഡിക്ക് ഒരു ചീത്തപ്പേരുണ്ടാകാൻ ഇടവരരുത്, നിങ്ങൾ രാജിവെക്കരുത്, നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ തെറ്റൊക്കെ സമ്മതിച്ചാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത് സ്വീകരിക്കുന്നില്ല എന്ന് കമ്മിറ്റി ഐക്യകണ്ഠേന പറഞ്ഞു. അതനുസരിച്ച് രാജിക്കത്ത് ഇവിടുന്ന് കമ്മിറ്റി പറഞ്ഞതനുസരിച്ച് രാജിക്കത്ത് നമ്മൾ അംഗീകരിച്ചില്ല. പിന്നീട് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ താഴ്ത്തിരുന്ന ജനറൽ സെക്രട്ടേറിയറ്റ് സംസാരിച്ച് ജനറൽ ബോഡിയിൽ നമ്മുടെ നാഷണൽ അവാർഡ് കിട്ടിയ വിജയരാഘവൻ സാറിനെയും അതുമാതിരി തന്നെ ഉർവശി മാഡത്തിനെയും സ്വീകരിക്കുന്നതിനെ പറ്റിയിട്ടും അവരെ വിളിച്ച് ജനറൽ സെക്രട്ടറിയാണ് അവരെ വിളിച്ചിട്ട് ഞാനുമായിട്ട് സംസാരിച്ച് അവർ വരാമെന്നും പറഞ്ഞ് ഈ പരിപാടികളായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുത്ത് എല്ലാം ഭംഗിയായിട്ട് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷം ഈ നിമിഷം അദ്ദേഹം എന്നെ വിളിച്ച് രാജിയുടെ കാര്യം സംസാരിച്ചിട്ടില്ല. അതുകൂടാതെ കൊണ്ട് ഞാൻ ട്രെയിനിൽ കയറി പോകുന്ന സമയത്താണ് അദ്ദേഹം ഇവിടെ രാജിക്കത്ത് കൊടുത്തു എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ എന്താ പറയുക ഒരു ചേംബറിൻ്റെ സുപ്രധാന കാര്യങ്ങളിലേക്ക് കടക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ചേംബറുമായിട്ട് ഒരു പ്രശ്നവും അദ്ദേഹത്തിന് ഇല്ലാത്ത എന്തെങ്കിലും ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം രാജിവെക്കാനേ തിരക്കിയിട്ടില്ല. ഇത് ചേംബറിൽ യാതൊരുവിധ വിഷയങ്ങളും ഇല്ല, ചേംബർ സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. ആ സമയത്ത് ഒരു കാരണമില്ലാതെ ഇത്ര ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിൽ നിന്ന് അദ്ദേഹം രാജിവെച്ച് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാവുന്നൊരു കാര്യമല്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഇന്നത്തെ കമ്മിറ്റിയിലും അത് ചർച്ച ചെയ്തപ്പോൾ അതിനും എക്സ്പ്ലനേഷൻ മേടിക്കണം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രധാനമായൊരു ഇലക്ഷൻ നടക്കാൻ പോവുക, അദ്ദേഹം തന്നെ നോട്ടീസ് അയച്ചിരിക്കുക എല്ലാവർക്കും. എന്നിട്ട് ആ സമയത്ത് രാജ്യം വെച്ച് പോകാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ സ്ഥാനത്തിരുന്ന് ചെയ്ത് ശരിയല്ലെന്നും അതിന് അദ്ദേഹത്തിനെതിരെ ഒരു എക്സ്പ്ലനേഷൻ അതിനും കൂടി ചോദിക്കണം എന്നുള്ള കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് ഈ രാജ്യമായിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളെപ്പറ്റി പറയാനുള്ളത്. ചേംബർ എന്ന് പറഞ്ഞ സംഘടനയിൽ ഒരു വിഷയമോ ചേംബറിൽ നിന്ന് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമോ ഇതേപടി ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാണ് അദ്ദേഹം രാജിവെച്ചതെന്നുള്ളത് നമുക്ക് യാതൊരു പിടികിട്ടാത്തൊരു കാര്യം. പക്ഷേ എങ്കിൽ കൂടി ഞങ്ങൾ രാജി സ്വീകരിച്ചു. അദ്ദേഹത്തിന് ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ ചോദിച്ചു ഞങ്ങൾ ഈ രാജിക്ക് അതായത് ഇങ്ങനെ നോട്ടീസ് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഒരു പോസ്റ്റ് ഇരുന്നുകൊണ്ട് ഉത്തരവില്ലായ്മ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നോട്ടീസ് പോകണം.
പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് ഈ അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, അതിനും ഞങ്ങൾക്ക് നോട്ടീസ് അയക്കേണ്ട ആവശ്യമുണ്ട്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്.